വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ടി.കെ. മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം തോമസ് ഹാർവേ ബാബർ. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം നവംബർ 12, 1936. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം രാമൻ നമ്പി. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം മഹാരാജ കേരളവർമ്മ. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം പട്ടം താണുപിള്ള. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. പഴശ്ശിരാജാവിന്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം പെരിയാർ. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കടൽ തീരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ് ഏതാണ്? പതിറ്റുപത്ത്. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം ഉമണർ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ഡോക്ടർ കെ.ബി. മേനോൻ. ഏതുടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഉത്തരം മലബാർ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ആലുവ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു.